ഒരു തുമ്പും ലഭിച്ചിട്ടില്ല ഇതുവരെ. ശബരിയുടെ ബന്ധു അബി എന്തോ ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. എന്ത് സൂചന? അവരെവിടെ ഉള്ളേന്ന് അബിക്ക് അറിയോ ശബരിയേട്ടാ? അവന്റെ ഒരു ഊഹാതെ ജീവൻ രാജിന്റെ ഫ്രണ്ടായ ആസിഫിനെ തുരുത്തിൽ താമസിക്കുന്ന ചിലരുമായിട്ട് കണക്ഷനുണ്ട്. അവിടെയാവുമ്പോ പെട്ടെന്നാരും അന്വേഷിച്ച് ചെല്ലില്ലല്ലോ. അതെന്താ, പുറത്തുനിന്നുള്ളവർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലമാണ് ഈ തുരുത്ത്? ആ, ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. ചില കേസുകളിലൊക്കെ പെടുന്നവര് തുരുത്തിൽ പോയിട്ടാ ഒളിച്ച് താമസിക്കാറ്. ഇവിടുന്ന് പോലീസ് കടവ് കടന്ന് ചെല്ലുമ്പോഴേക്കും അവർക്ക് അവിടെ വിവരം കിട്ടും. അതുകൊണ്ട് മഞ്ചാടി അന്വേഷണം നിങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ലെന്നാണോ? പോയിട്ട് കാര്യമൊന്നും ഇല്ല മോളെ. ഒന്നാമത് അവളും അവനും അവിടെ തന്നെ ഉണ്ടോന്ന് ഒരു ഉറപ്പുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ മഞ്ചാടി അവിടെ നിന്ന് ബലമായിട്ട് പിടിച്ചുകൊണ്ടുവരാൻ നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യമല്ല. അല്ല, രഘുവേട്ടൻ എവിടെ? രഘുവേട്ടൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? രഘുവേട്ടൻ പഞ്ചരത്നത്തിലേക്ക് തിരിച്ചുപോയി. അച്ഛനും വിവരം അറിയിക്കണ്ടേ? അപ്പോ അച്ഛനെ എല്ലാം അറിയിക്കാൻ തന്നെ തീരുമാനിച്ചോ? വേറെ വഴിയില്ലതേ. ജീവൻ രാജും മഞ്ചാടിയും തുരുത്തിൽ അഭയം പ്രാപിച്ചെങ്കിൽ നമ്മൾ ആര് വിചാരിച്ചാലും അവരെ അവിടുന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. അതിന് നിയമപരമായ വഴി തന്നെ നോക്കേണ്ടി വരും. അതെ, ഇതുവരെ അവരെ കുറിച്ച് വേറെ ഒരു വിവരം കിട്ടാത്ത സ്ഥിതിക്ക് മഞ്ചാടിയെ ജീവൻ രാജ് തട്ടിക്കൊണ്ടു പോയിരിക്കാം എന്ന കാര്യം അണ്ണൻ അറിയിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നത്. ഒരുപക്ഷെ അവനും അവിടെ നാളെ ഏതെങ്കിലും അമ്പലത്തിൽ പോയി താലി കെട്ടാനും സാധ്യതയുണ്ട്. അത് തടയാൻ വേണ്ടി ശ്രമിക്കുന്നതോടൊപ്പം അമ്മാവന്, അതായത് എൻ്റെ അണ്ണന്, ഒരു സൂചന കൊടുക്കാന്ന് പറഞ്ഞാൽ രഘു അങ്ങോട്ട് പോയത്. അതെന്തായാലും നന്നായി. കേൾക്കുമ്പോ അച്ഛൻ തകർന്നു പോവും. എന്നാലും അവന്റെ അവളുടെയും താലികെട്ട് കഴിഞ്ഞു എന്ന് കേൾക്കുന്നതിനേക്കാളും നല്ലതല്ലേ ആദ്യമേ ഒരു സൂചന കൊടുക്കുന്നത്? എന്നാലും നമ്മളെയൊക്കെ ഇത്രയ്ക്ക് നിസ്സഹായരാക്കിക്കൊണ്ട്